മുമ്പത്തെ ഭർത്താവ് മരിക്കുന്നതിന് കാരണം ഉദയഗിരിജയാണ്. അതിന്റെ ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? എന്താണ് അതിന്? അതൊരു പക്ഷേ ഞാൻ പറയുന്നേക്കാട്ടും നല്ലത് എൻ്റെ ആദ്യത്തെ ഭർത്താവായ വിജിലൻറ്റിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മയുടെ മകൻ മരിക്കാൻ കാരണം ഉദയഗിരിജയാണ്, ഉദയഗിരിജയ്ക്ക് പങ്കുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താ അമ്മ സത്യാവസ്ഥയൊക്കെ? ഉദയഗിരിക്ക് ഒരു പങ്കുമില്ല. അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ അവനങ്ങ് വീണപ്പം മോനാന്ന് രണ്ടുപേരുണ്ട്. ഒരാളങ്ങനെ പിടിച്ചപ്പോൾ ഒരാൾ കുത്തി പിച്ചാത്തി ഒടിഞ്ഞവൻ്റെ നെഞ്ചിലിരുന്ന് അങ്ങനെ അവൻ അന്നേരം തന്നെ മരിച്ചു. നിലവിൽ ഇവര് പറയുന്നതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല. ഇല്ല അതിലൊരു സത്യവും ഇല്ല. ഇതുപോലുള്ള ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അതൊക്കെ ചുമ്മാ പറയുക. അത് സത്യം ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് എന്തായാലും എൻ്റെ മോൻ ഇവൾ കൂട്ടിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ സൈഡ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ പുള്ളിക്കാരി യൂട്യൂബറുകാരി പറഞ്ഞെന്ന് വെച്ചാൽ അനിലേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേര് അതുപോലും 4 വീട്ടിന്റെ അപ്പുറം താമസിക്കുന്ന ആൾക്ക് പേര് പോലും അറിയത്തില്ല എന്തുവാണെന്ന്. പിന്നെ മരണകാരണം അറിയാൻ പറ്റും. ഈ അമ്മയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ ഒക്കെ എന്താ തോന്നുന്നത്? വിഷമം തോന്നാറുണ്ടോ? ഒരിക്കലും എനിക്ക് പിന്നെ വിഷമം കാണത്തില്ല. എൻ്റെ മോൻ എത്രയായാലും എൻ്റെ മോനെന്ത്. രണ്ടായിരത്തി 2011 എൻ്റെ മകൻ മരിക്കുന്നത്. മാർച്ച് 13-ാം തീയതിയാണ് അവൻ മരണപ്പെട്ടത്. പക്ഷേ ഈ സ്ഥാപനം തുടങ്ങിയത് 2009-ലാണ്. എന്നെയും എൻ്റെ കാമുകനെയും പത്തനാപുരത്ത് വെച്ച് ഓട്ടോയ്ക്കകത്ത് വെച്ച് കണ്ട് അങ്ങനെ കാമുകൻ കുത്തിക്കും. അങ്ങനെ പല കഥകളുമാണ് വരുന്നത്. അത് സോഷ്യൽ മീഡിയ മൊത്തവും അത് പ്രചരിച്ചു. എല്ലാ മനുഷ്യരും അത് വിശ്വസിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ചാനലിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ ഞാൻ എല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. ഗിരിജയുടെ മരുമകൾ രാത്രി ഓടിക്കയറിയത് ഇവിടെ. അയൽക്കാരാണ് പോലീസിൽ എത്തിച്ചത്. നടന്നത് ക്രൂരപീഡനം. അങ്ങനെ ഒരു സംഭവം, ഒരു പീഡനം നടന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ഇവിടെ കാണുമോ? എൻ്റെ മക്കളെ 2 പേരെ ഞാൻ എങ്ങനെ നോക്കിയോ അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ അമ്മമാരെയും ഞാൻ നോക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സങ്കടം തോന്നും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമാണോ അതോ അതിനു മുമ്പേ ഈ കുട്ടി പ്രഗ്നന്റ് ആയതുകൊണ്ട് നടത്തി വെച്ചതാണോ? എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നു അവളെ 3 വർഷം കഴിയുമ്പോൾ ഞാൻ അങ്ങ് തട്ടിക്കളയുന്നത്. ഇത് കേരളമല്ലേ, നമുക്ക് തോന്നുമ്പോഴൊക്കെ ഒരാളെ എങ്ങനെ തട്ടിക്കളയാൻ പറ്റുമോ? ഒരു യൂട്യൂബർ എന്നെ വിളിച്ച് ഒരു 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ട് ഇതേപോലെ അത് കൊടുക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ 3 മാസം ഞാൻ ഏറി പോകുമെന്ന്